അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. CM മീഡിയയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മടവൂർ കാഫിലയിൽ മാഷാ അല്ലാഹ് ഇന്ന് മടവൂർ കാഫിലയുടെ കുടുംബത്തോടൊപ്പമുള്ളത് ബഹുമാനപ്പെട്ട CKM അഷ്റഫ് ഉസ്താദാണ്. CM വലിയുല്ലാഹിയെ ഹയാത്ത് കാലത്ത് പലതവണ കാണാനും അവരിൽ നിന്ന് ഒരുപാട് കറാമത്തുകൾ ജീവിതത്തിൽ കണ്ടു മനസ്സിലാക്കാനും പല അനുഭവങ്ങളും ഇൻഷാ അല്ലാഹ് മടവൂർ കാഫിലയുടെ കുടുംബത്തോട് ഉസ്താദിന് പറയാനുണ്ട്. അതുമാത്രമല്ല ഉസ്താദിൻ്റെ ഒരു പ്രത്യേകത, CM വലിയുല്ലാഹിയെക്കുറിച്ച് അവിടുത്തെ മാല ഉസ്താദിന് അൽഹംദുലില്ലാഹ് എഴുതാൻ ഭാഗ്യം കിട്ടിയ ഒരാളാണ്. ഇന്ന് പലരുടെ കയ്യിലും ഉസ്താദിൻ്റെ ആ മാലയുണ്ട്. ഷെയ്ഖുനയെക്കുറിച്ച് എഴുതിയ ഈ വിനീതനായ ഞാനിവിടെ വന്നപ്പോൾ എനിക്കും അതിൻ്റെ ഒരു കോപ്പി തന്നിട്ടുണ്ട്. ഉസ്താദിൻ്റെ മകൻ നൂറാനി ഇൻഷാ അല്ലാഹ് അവർ നമ്മളോട് ആ മാല ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പാടിത്തരുന്നുണ്ട്. അൽഹംദുലില്ലാഹ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ ആളുകളിലേക്ക് CM വലിയുല്ലാഹിയുടെ കറാമത്ത് എത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു ജല്ലല്ലാഹ് ജല്ല ജലാലുല്ലാഹ് സുൽത്താനുൽ ആരിഫീൻ CM ഖുത്ബുല്ലാഹ് അബ്ദഉ ബിസ്മില്ലാഹ് ഫിന്നബി ഹംദില്ലാഹ് റബ്ബിൽ ആലമീന وبتوفيق الله مصطفى നബിയിലും ആല് അസ്ഹാബിലും നിന്റെ സ്വലവാത്തും തസ്ലീമുമേകല്ലാഹ് ഖിയാമത്തോളം അവരെ തുടർന്നോർക്കും രക്ഷയും കരുണയും നൽകണേ യാ അല്ലാഹ്. സുൽത്താനുൽ ആരിഫീൻ CM വലിയുല്ലാഹ് കശ്ഫും കറാമത്തും ഏറിയ ഖുത്ബുല്ലാഹ് ഫെർഫെറ്റോലിയായ കുഞ്ഞിമാഹിൻ കോയ അവരാറ്റൽ ഇബ്നായി ജനിച്ച വലിയുല്ലാഹ് അവരുടെ മദ്ഹൂകൾ ഫോരിഷ ചൊല്ലുവാൻ ഈ സാധു മുഹിബിൽ കഴിവുക യാ അല്ലാഹ്. മുഹമ്മദ് അബൂബക്കർ എന്ന പേരുള്ളവർ CM മടവൂരൻ ഇസ്മിലറിയുന്നോവർ കോഴിക്കോട്ടെന്നാട്ടിൽ നിന്നും 11 മീലുകൾ ജനൂബാം മടവൂരിൽ ജനിച്ചോവർ അൽഫും ഫിൻസൗമൂന്ന് 48 റബിഉൽ 12 തിങ്കളിലൂതിത്തോവർ കളഫീലാവിൽ എന്ന ഭവനത്തിൽ പിറന്നോവർ പിന്നെ ചിറ്റടി മീത്തൽ ദാറിൽ വാസിത്തോവർ അല്ലാഹു ജല്ലല്ലാഹ് ജല്ല ജലാലുല്ലാഹ് സുൽത്താനുൽ ആരിഫീൻ CM ഖുത്ബുല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഫ്ളലിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വത്താബിഈന ലഹും ബിഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. സ്നേഹമുള്ള മടവൂർ കാഫില സംഘടിപ്പിക്കുന്ന ബഹുമാന്യരായ സിറാജുദ്ദീൻ ലത്തീഫിയുടെ ആവശ്യപ്രകാരം
മഹാനായ ഖുതുബുൽ-ആലം റഈസുസ്സാഹിദീൻ അശ്ശൈഖ് മുഹമ്മദ് അബീബക്കറിൽ മടവൂരി CM വലിയുല്ലാഹി എന്ന പേരിൽ ലോകപ്രശസ്തരായ ബഹുമാനപ്പെട്ട ശൈഖുനായുടെ കുറച്ച് മദ്ഹുകൾ, അതുപോലെ ആ മഹാനുഭാവനുമായി ബന്ധപ്പെടാൻ എനിക്ക് സാധിച്ച ഏതാനും ചില കാര്യങ്ങളും നിങ്ങളുടെ അറിവിലേക്കായി പകർന്നു തരാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ശൈഖുനായെ സംബന്ധിച്ച് പറയുമ്പോൾ അവിടുത്തെ ജീവിതവും അതുപോലെ അവിടുത്തെ കറാമത്തുകളുമൊക്കെ പറയുകയാണെങ്കിൽ എത്രയോ ദിവസങ്ങൾ പറയാൻ മാത്രം ഉണ്ട്, എന്നാലും തീരുകയില്ല. ശൈഖുനയുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും, അവിടുത്തുമായി ബന്ധപ്പെട്ട ആലിമീങ്ങളുണ്ട്, സാദാത്തുക്കളുണ്ട്, മുതഅല്ലിമീങ്ങളുണ്ട്, സാധാരണക്കാരുണ്ട്, അതുപോലെ വിവിധ ഭാഷക്കാരും വിവിധ ദേശക്കാരുമുണ്ട്. കഴിഞ്ഞ നൂറ്റാണ്ടിൽ നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ ആ മഹാനുഭാവൻ ലോകത്തുള്ള ഒരുപാട് വ്യക്തിത്വങ്ങളെ ബന്ധപ്പെട്ട ഒരു വലിയ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് എന്നതിൽ ആർക്കും തർക്കമില്ലാത്ത ഒരു വിഷയമാണ്. അള്ളാഹുവിൻ്റെ തൗഫീഖോടുകൂടി എനിക്ക് വളരെ ചെറുപ്പത്തിൽ ശൈഖുനായെ കാണാനുള്ള ഭാഗ്യം സിദ്ധിച്ചിട്ടുണ്ട്. എൻ്റെ തറവാട് സ്ഥിതി ചെയ്യുന്ന കതിരൂരിനടുത്ത്, തലശ്ശേരിക്കടുത്തുള്ള കതിരൂരിന് അടുത്തുള്ള നിലയിലാട്ട് എന്ന പ്രദേശത്ത്, അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ വലിയുല്ലാഹി അവർകളെ സിയാറത്ത് ചെയ്യാൻ മഹാനായ ശൈഖുന വന്ന സന്ദർഭത്തിലാണ് ആദ്യമായി എനിക്ക് കാണാൻ ഭാഗ്യം സിദ്ധിച്ചത്. അത് എനിക്ക് ഒരു 14 വയസ്സുള്ള സമയത്താണ്. 1974 ആണ് എൻ്റെ ഓർമ്മ. ആ സമയത്ത് അവിടെ മക്കാമിൽ വരികയും അവിടെ നിന്ന് തിരിച്ച് എൻ്റെ തറവാട്ട് വീട്ടിൽ, അന്ന് എൻ്റെ വലിയുപ്പ ഉമ്മയുടെ ഉപ്പയും അന്ന് കതിരൂരിലെ 70 വർഷത്തോളം ഖാദിയായി സേവനം അനുഷ്ഠിച്ച ഒരു വലിയ മഹാനാണ്. അദ്ദേഹത്തിൻ്റെ അനുജൻ കുഞ്ഞായം മുസ്ലിയാർ, അദ്ദേഹം ഖുതുബി ശംസുൽ ഉലമ ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ അവരുടെ ശിഷ്യനാണ്. അവർ രണ്ടുപേരും ആ തറവാട്ട് വീട്ടിൽ താമസിച്ചിരുന്നു. ശൈഖുന അവിടെ വന്നു, അവിടുന്ന് ഒരു ചായ കുടിച്ചു. അതിൻ്റെ ആ ബാക്കിയുള്ള ആ ഗ്ലാസ് അങ്ങോട്ട് വീട്ടിൻ്റെ അകത്തേക്ക് കൊണ്ടുപോയി വെക്കാൻ എനിക്കാണ് ഭാഗ്യം കിട്ടിയത്. അപ്പോൾ അതിൽ ബാക്കി വന്ന ചെറിയ ഒരു ഭാഗം എനിക്ക് കുടിക്കാനും കഴിഞ്ഞു. പക്ഷേ അന്ന് ശൈഖുനയാണ്, CM വലിയുല്ലാഹി ആണ് അത് എന്ന് എനിക്കറിയില്ല. ഏതോ ഒരു മഹാൻ വലിയ വന്നിട്ടുണ്ട് എന്നറിഞ്ഞ് അങ്ങനെ ഞങ്ങൾ കുട്ടികളൊക്കെ ഒരുമിച്ച് കൂടിയതാണ്. പിന്നീട് ഞാൻ കാണുന്നത് 1976 75 SSLC പാസ്സായി. അപ്പോൾ അന്ന് ദേവ കോളേജൊന്നും ഇല്ലെങ്കിലും ദേവ എന്ന നിലക്ക് ദർസിൽ പഠനത്തോടൊപ്പം സ്കൂളിൽ പഠിക്കുകയും അങ്ങനെ 10ാം ക്ലാസ് പാസ്സാകുകയും ചെയ്തു. അതിനുശേഷം തലശ്ശേരിയിൽ അവിടെ നിന്ന് കിതാബ് ഓതുന്നതോടൊപ്പം അഞ്ചുമൻ ഉറുദു കോളേജിൽ ചേർന്ന് പഠിക്കുന്ന അവസരത്തിലാണ് ശൈഖുന അവിടെ ആ കാലഘട്ടത്തിൽ പല സ്ഥലങ്ങളിലും പോയി താമസിക്കുകയും അതുപോലെ ഒരുപാട് ആളുകൾക്ക് വലിയ സ്വാതന്ത്ര്യം നൽകുകയും ചെയ്തിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. താമസിക്കുന്ന സ്ഥലത്തൊക്കെ ധാരാളം ആളുകൾ വന്ന് മഹാനവറുകളെ സന്ദർശിക്കും. ചില അടുത്ത ആളുകൾ ക്ഷണിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ വീട്ടിലേക്ക് പോകും. പോയി കഴിഞ്ഞാൽ ചില വീടുകളിൽ ഇവിടെ ഇന്ന് താമസിക്കുന്നില്ല എന്ന് പറഞ്ഞ് തിരിച്ചു പോരും. മറ്റ് ചില സ്ഥലങ്ങളിൽ ഇന്നിവിടെ താമസിക്കാം എന്ന് പറയും. ചിലപ്പോൾ ആ താമസം 2, 3, 4, 5 ദിവസങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെയുള്ള ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ ബാണത്തുംകണ്ടി മമ്മുഹാജി എന്ന വ്യക്തിയുടെ വീട്ടിൽ തലശ്ശേരിയിലുള്ള സമയത്താണ് ആദ്യമായി ഞാൻ ശൈഖുനായുടെ അടുത്ത് പോയി സലാം പറഞ്ഞു അങ്ങനെ ആദ്യമായി ബന്ധപ്പെടുന്നത്.
അതിനുശേഷം പിന്നെ പലപ്പോഴായി ആ കാലത്ത് തന്നെ തലശ്ശേരിയിലെ സെയ്താർ പള്ളിക്കടുത്തുള്ള ഹുസൈൻ ഗയ്യയുടെ വീട്ടിൽ ശൈഖുന വന്ന് താമസിക്കാറുണ്ട്. പിന്നെ ഹുസൈൻ ഗയ്യ അവിടെ നിന്ന് വീട് മാറി മാഹിക്കടുത്തുള്ള ഉസ്സമ്മട്ട എന്ന സ്ഥലത്ത് താമസിക്കുന്ന അവസരത്തിൽ അവിടെയും ശൈഖുനായും അതുപോലെ മഹാനായ വടകര മുഹമ്മദ് ഹാജി തങ്ങളുമൊക്കെ ഇടയ്ക്ക് വന്ന് താമസിക്കാറുണ്ട്. ആ സമയത്തൊക്കെ ഇടയ്ക്കിടെ തലശ്ശേരിയിൽ നിന്ന് പോയി കാണാറുണ്ട്. ആ ഇടയ്ക്കാണ് ഞാൻ അറബി പരീക്ഷ പാസ്സായത്. അറബി അധ്യാപക പരീക്ഷ പാസ്സായി. പിന്നെ ഉറുദു കോളേജിൽ പഠിച്ചിട്ട് ഉറുദുവും അധ്യാപക പരീക്ഷയും രണ്ടും പാസ്സായി. അങ്ങനെ അറബി അധ്യാപകനായി ജോലി ചെയ്യാൻ വേണ്ടി എൻ്റെ കതിരൂരിനടുത്തുള്ള ഒരു സ്ഥലത്ത് ഒരു സ്കൂളിൽ എല്ലാം പറഞ്ഞ് ഉറപ്പിച്ചു ചേരാൻ വേണ്ടി ഇങ്ങനെ ഉദ്ദേശിച്ച സമയത്ത് ശൈഖുനാൻ്റെ സമ്മതം വാങ്ങാൻ വേണ്ടി പോയി. കണ്ട ഉടനെ തന്നെ ശൈഖുന പറഞ്ഞു, അറബി പഠിപ്പിക്കണ്ട, ഉറുദു പഠിപ്പിച്ചോളൂ എന്നാണ്. അങ്ങനെ അതിൻ്റെ പൊരുൾ അപ്പോൾ എനിക്ക് മനസ്സിലായിട്ടില്ല. അങ്ങനെ ഞാനത് ഒഴിവാക്കി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഉറുദുവിന് ഇവിടെ ഒന്നും ചാൻസ് ഇല്ല. ഉറുദു പഠിപ്പിക്കണമെങ്കിൽ ഇവിടെ അടുത്തൊന്നും സ്കൂളിൽ അതിന് ചാൻസ് കിട്ടുകയില്ലല്ലോ. ആ കാലത്ത് അങ്ങനെ വ്യാപകമായിട്ട് ഉറുദു അധ്യാപകരെ നിയമിക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടില്ല. 1976 76 77. അപ്പോൾ പറഞ്ഞു, നിങ്ങളെ തേടി ആൾ വരും എന്ന് പറഞ്ഞു. ശൈഖുന എല്ലാവരെയും ചെറിയ ആളുകളെയും ഒക്കെ നിങ്ങൾ എന്നാണ് വിളിക്കുക, നീ എന്ന് വിളിക്കാറില്ല. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് അവിടെ മൗവഞ്ചേരി, ഇവിടെയൊക്കെ അടുത്ത ചക്കരക്കല്ലടുത്ത മൗവഞ്ചേരി എന്ന പ്രദേശത്ത് അവിടെ ഖത്തീബായി ജോലി ചെയ്തിരുന്ന ഒരു അഹമ്മദ് മുസ്ലിയാർ, അദ്ദേഹം കൊടകിലാണ്, മൂർനാട്. അവിടെ എൻ്റെ പിതാവിന് അവിടെ ഒരു കച്ചവടം ഉണ്ടായിരുന്നു മൂർനാട്. അദ്ദേഹവുമായി ബന്ധമുണ്ട്. അങ്ങനെ പിതാവിനോട് പറഞ്ഞു, അങ്ങനെ ഉറുദു പോസ്റ്റ് ഇവിടെ സ്കൂളിലുണ്ട്, അവിടത്തേക്ക് ഒരാളെ വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ആ വിവരം എനിക്ക് തന്നു. അങ്ങനെ ഞാനും പിതാവും കൂടി അവിടെ പോയി. എയ്ഡഡ് സ്കൂളാണ്. മാനേജറെ കണ്ടു, സംസാരിച്ചു, അവിടെ നിയമനം കിട്ടി. അതാണ് അന്നത്തെ ആ തുടക്കം. അതിനുശേഷം ഒരുപാട് തവണ, അതായത് ശൈഖുന വഫാത്താകുന്നത് 1990 അതുവരെയുള്ള ആ 10-14 വർഷക്കാലം നിരന്തരമായി ശൈഖുനയായി ബന്ധപ്പെടാൻ എനിക്ക് സൗഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് വലിയ നേട്ടമുണ്ടാക്കിയത്. എല്ലാ കാര്യങ്ങളിലും ഒരുപാട് കറാമത്തുകൾ, അതായത് ശൈഖുനായുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും ധാരാളം കറാമത്തുകൾ പറയാനുണ്ട്. പിന്നീട് ശൈഖുന അവിടെ നിന്ന് ഈ യാത്രകളൊക്കെ ഒഴിവാക്കിയിട്ട് കോഴിക്കോട് മമ്മൂട്ടി മൂപ്പൻ്റെ വീട്ടിൽ സ്ഥിരമായിട്ട് അവിടെ താമസിക്കാൻ തുടങ്ങി. അവിടെ ആയിരക്കണക്കിന് ആളുകൾ ദിവസേന വരും. പല ദിവസങ്ങളിലും ക്യൂ നിന്നുകൊണ്ട് മണിക്കൂറുകളോളം ക്യൂ നിന്നിട്ടാണ് ശൈഖുനായെ കാണാനുള്ള അവസരം കിട്ടാറ്. എന്നിരുന്നാലും എത്രയോ സമയമായാലും അവർ ക്യൂ നിന്നുകൊണ്ട് ശൈഖുനായെ കണ്ട് കാര്യങ്ങൾ ബോധിപ്പിക്കുകയും അതിനൊക്കെ പരിഹാരങ്ങൾ കിട്ടുകയും ചെയ്തിരുന്നു. ശൈഖുന സാധാരണ ഒരു വാക്ക് കൊണ്ടാണ് രോഗങ്ങളൊക്കെ ശിഫയാക്കിയത്. എന്ത് രോഗമുണ്ടായിക്കഴിഞ്ഞാലും അത് വേണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ അതുണ്ടാവില്ല. അത് മാറിക്കോളും എന്ന് പറഞ്ഞാൽ കുറച്ച് താമസം ഉണ്ടാവും, എന്നാലും അത് മാറും. അങ്ങനെ ഓരോ വാക്കുകളുടെ അടിസ്ഥാനത്തിൽ. പിന്നെ ഞാൻ നിശ്ചയിച്ചിട്ടില്ല എന്ന് പറയും. ഞാൻ നിശ്ചയിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ ഒരു അധികാരത്തോടു കൂടിയായിരുന്നു അന്നൊക്കെ ശൈഖുന സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരുപാട് അനുഭവങ്ങളുണ്ട്. മൗവഞ്ചേരിയിൽ നിന്ന് ഒരുപാട് ആളുകളെ അവിടെ ഞാൻ മദ്രസയിൽ സദർ മുഅല്ലിമായിട്ടും അതും ശൈഖുനായുടെ നിർദ്ദേശപ്രകാരമാണ് അവിടെ ജോലി ചെയ്തിരുന്നു. സ്കൂളിൽ ജോലി ചെയ്യുന്നതോടൊപ്പം അന്ന് അവിടെയുള്ള ഒരുപാട് ആളുകൾ ഞാൻ മുഖേന ബന്ധപ്പെടാറുണ്ട്. അതിൽ ഒരു വ്യക്തി ദീനുമായിട്ടൊന്നും ബന്ധമില്ലാത്ത ഒരാൾ, അതേ സ്ഥാനത്ത് അദ്ദേഹം അവിടെ കല്യാണം കഴിച്ച ആളാണ്. അദ്ദേഹത്തിന് ആ കല്യാണം കഴിച്ച കുടുംബത്തിലൊക്കെ നല്ല ദീനിയായിട്ടുള്ള ആളുകളാണ്. പക്ഷേ അദ്ദേഹം ബോംബെയിലായിരുന്നു താമസം. ബോംബെയിൽ ധാരാളം വർഷങ്ങൾ അവിടെ ജോലി ചെയ്യുകയും താമസിക്കുകയും ചെയ്തിരുന്ന ഒരു വ്യക്തിയുണ്ടായിരുന്നു. അദ്ദേഹം നാട്ടിൽ വന്നപ്പോൾ
മകളുടെ ഒരു അസുഖവുമായി ബന്ധപ്പെട്ട് ഞാനുമായി സംസാരിച്ചു. അങ്ങനെ ഷെയ്ഖുനായുടെ അടുത്ത് അദ്ദേഹം ആരോ പറഞ്ഞു കൊടുത്തതനുസരിച്ച് അവിടെ പോയി കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഞാൻ അദ്ദേഹത്തെ കൂട്ടിയിട്ട് വളരെ മടിയുണ്ടായിരുന്നു. കാരണം അവിടെ ബോംബെയിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം വളരെ എല്ലാ വൃത്തികേടുകളും ജീവിതമായിരുന്നു. പള്ളിയുടെ ഭാഗത്ത് തന്നെ അയാൾ വരാറില്ല, നിസ്കാരം തീരെയില്ല, മറ്റ് ആളുകളോടൊക്കെ പുച്ഛമായിരുന്നു. പക്ഷേ ഇതൊരു പ്രതിസന്ധി ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ മകൾക്ക് അസുഖം ഉണ്ടായപ്പോൾ പല ഡോക്ടർമാരെയും കണ്ട് അതൊന്നും മാറാത്ത ഒരവസ്ഥ വന്നപ്പോൾ അദ്ദേഹം നിർബന്ധിതനായി അങ്ങനെ ഷെയ്ഖുനായുടെ അടുത്ത് പോകാൻ വേണ്ടി പറഞ്ഞു. ഞാൻ കൂട്ടിപ്പോയി. അങ്ങനെ പോയതിന് ശേഷം ഷെയ്ഖുന അദ്ദേഹത്തെ അടി മുതൽ മുടി വരെ മേലോട്ടും താഴോട്ടും ഇങ്ങനെ ഒന്ന് നോക്കി. അത്രയേ ഉള്ളൂ, പിന്നൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ മകളെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു ആ സൂക്കേട് ഞാൻ മാറ്റിയെന്നാണ്. അതിനുശേഷം പിന്നെ ആ സൂക്കേട് ആ കുട്ടിക്കുണ്ടായിട്ടില്ല. വിവാഹബന്ധം വരെ വേർപെടുത്താൻ ഉള്ള ഒരു വക്കിലെത്തിയ അവസരത്തിലാണ് ആ കൂടിക്കാഴ്ച ഉണ്ടായത്. പിന്നീട് ആ രോഗം കുട്ടിക്കുണ്ടായിട്ടില്ല. നല്ല ദാമ്പത്യ ജീവിതം നയിക്കുകയും അവർക്കൊക്കെ പിന്നെ വളരെ സുഖകരമായിട്ട് പിന്നീട് ജീവിക്കുകയും ചെയ്തു. ഇദ്ദേഹത്തിന് പിന്നെ മാറ്റങ്ങളുണ്ടായി. അദ്ദേഹം പിന്നെ ഇതൊക്കെ പിന്നെ ഞാൻ ചെയ്തു പോയ തെറ്റുകളൊക്കെ ഓർത്തുകൊണ്ട് അദ്ദേഹം ചെയ്തു പോയ തെറ്റുകളൊക്കെ ഓർത്തുകൊണ്ട് പശ്ചാത്തപിക്കാൻ തുടങ്ങി. പള്ളിയിലൊക്കെ വരാൻ തുടങ്ങി, നിസ്കാരം തുടങ്ങി. അങ്ങനെ അദ്ദേഹം നല്ല ഒരു ദീനിയായി എന്ന് മാത്രമല്ല പിന്നെ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി എല്ലാ അമലുകളും ചെയ്യുന്നതോടൊപ്പം എപ്പോഴും പാതിരാത്രിയൊക്കെ എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിച്ച് റബ്ബിനോട് പൊട്ടിക്കരഞ്ഞ് ദ്വാരന്ന് പശ്ചാത്തപിച്ച് അങ്ങനെ നല്ല ഒരു ദീനിയായി മാറുകയും ഹജ്ജ് ചെയ്യുകയും അങ്ങനെ നല്ല ഒരു മനുഷ്യനായി തീരുകയും ചെയ്തു. അപ്പോൾ ഷെയ്ഖുനാൻ്റെ ഒരു നോട്ടമാണ് ഈ മാറ്റമുണ്ടാക്കിയത് എന്നാണ്. അത് വലിയൊരു കറാമത്താണ്. അതുപോലെ മൗഞ്ചേരിയിൽ തന്നെ വേറൊരു അനുഭവം. അവിടെ ഒരു റമദാൻ ഹാജി എന്ന ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിന് കഠിനമായ വയറ്റിൽ വേദന. ആ വയറ്റിൽ വേദന വന്നു കഴിഞ്ഞാൽ പിന്നെ അയാൾ പടക്കുകയില്ല. അങ്ങനെ പല പിന്നെ ഡോക്ടർമാരെയും സമീപിച്ചു. അവസാനം അയാൾ ബാംഗ്ലൂരിലെ പ്രസിദ്ധമായ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അവിടെ നിന്ന് ചികിത്സ ചെയ്തു. അങ്ങനെ പല ചികിത്സകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു ഫലവും ഉണ്ടായില്ല, ഒരു മാറ്റവും ഉണ്ടായില്ല. പിന്നെയും ആ വയറുവേദന വന്നു കഴിഞ്ഞാൽ അങ്ങനെ പടക്കുകയില്ല. ആർക്കും അത് കണ്ട് സഹിക്കാൻ പോലും സാധിക്കാത്ത അത്രയും ഗുരുതരമായ ഒരവസ്ഥയുണ്ടായിരുന്നു. അങ്ങനെ മഹാനായ ഷെയ്ഖുനായുടെ അടുത്ത് ഞാൻ അദ്ദേഹത്തെ കൂട്ടിപ്പോയി. അങ്ങനെ ഈ വിഷയം പറഞ്ഞപ്പോൾ പറഞ്ഞു വയറ്റ് വേദന ഇനി ആ വേദന വേണ്ട, ഇനി ആ വേദന വേണ്ട എന്ന് പറഞ്ഞു. പിന്നീട് അദ്ദേഹം വർഷങ്ങൾക്ക് ശേഷം 10-20 വർഷം കഴിഞ്ഞിട്ടാണ് മരണപ്പെട്ടത്. അദ്ദേഹത്തിന് പിന്നീട് ഒരിക്കലും ആ വേദന ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അതുപോലെ ധാരാളം സംഭവങ്ങൾ. പിന്നെ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞ ഒരനുഭവമുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ആ കിണറിൽ എപ്പോഴും ഒരു സർപ്പം ഉണ്ടാകാറുണ്ട്. അദ്ദേഹം കാഞ്ഞങ്ങാട് അടുത്താണ്. വീട്ടിൽ സർപ്പം ഉണ്ടാകാറുണ്ട്. ആ സർപ്പം ഏത് നിലക്ക് ഇവർ അതിനെ അകറ്റാൻ വേണ്ടി ശ്രമം നടത്തിയിട്ടും അതൊക്കെ പരാജയപ്പെട്ടു. എപ്പോഴും ഉണ്ടാവും. അപ്പോൾ വീട്ടുകാർക്ക് എപ്പോഴും ഭയമാണ്. അതിങ്ങോട്ട് കയറി വരാറില്ലെങ്കിലും കിണറ്റിൽ എപ്പോഴും ഇങ്ങനെ പലപ്പോഴായിട്ട് കാണാറുണ്ട്. അങ്ങനെ ഒരു ദിവസം ഷെയ്ഖുന ആ ഭാഗത്ത് വന്ന അവസരത്തിൽ വേറെ ഒരു വീട്ടിൽ വന്നപ്പോൾ ഷെയ്ഖുനാനോട് ഈ കാര്യം പറഞ്ഞപ്പോൾ ഒന്നും സമാധാനം പറഞ്ഞില്ല. പിന്നീട് ഒരു ദിവസം ആ ഭാഗത്ത് വന്നപ്പോൾ ഷെയ്ഖുന പറഞ്ഞു നിങ്ങളുടെ വീട്ടിലേക്ക് ഞാൻ വരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂടെ വീട്ടിലേക്ക് പോയിട്ട് നേരെ പോയത് കിണറ്റിൻ്റെ അടുത്തേക്കാണ്. എന്നിട്ട് കിണറ്റിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു നീ ഇവിടെ നിന്ന് മാറിക്കൊള്ളണം. പിന്നീട് ആ പാമ്പ് ആ സർപ്പം പിന്നെ അവിടെ ഉണ്ടായിട്ടില്ല. അങ്ങനെ അനുഭവം അദ്ദേഹം പറയുകയുണ്ടായി. അതുപോലെ പിന്നെയും ധാരാളം അനുഭവങ്ങളുണ്ട്. എൻ്റെ ജ്യേഷ്ഠൻ ഒരു തവണ
ജോലി ആവശ്യാർത്ഥം റാസൽ ഖൈമയിലേക്ക് പോയി. അങ്ങനെ റാസൽ ഖൈമയിൽ അവിടെയാണ് വിസ കിട്ടിയത്, അവിടെയാണ് ജോലിയും കിട്ടിയത്. അങ്ങനെ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്പോൺസർ വേണ്ടത്ര ഗൗനിക്കാതെ വന്നു. അദ്ദേഹത്തിന് ശമ്പളമൊന്നും കൃത്യമായിട്ട് കൊടുക്കുന്നില്ല. അങ്ങനെ മറ്റൊരു ജോലി തേടിയിട്ട് ദുബൈയിലേക്ക് അദ്ദേഹം എത്തി. അങ്ങനെ ദുബൈയിൽ ഒരു ഷോപ്പിൽ ജോലിയിൽ ഏർപ്പെട്ടു. അപ്പോൾ ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ലേബർ വന്നിട്ട് ഇദ്ദേഹത്തെ പിടിച്ചിട്ട് ബത്താക്കയൊക്കെ ചോദിച്ചപ്പോൾ റാസൽ ഖൈമയിലുള്ള ബത്താക്കയാണ്, അതുപോലെ വിസയൊക്കെ റാസൽ ഖൈമയാണ്, പിന്നെ അവിടെയാണ് സ്പോൺസറും ഉള്ളത്, അതുകൊണ്ട് ഇദ്ദേഹം അനധികൃതമാണ് ഇവിടെ ജോലി ചെയ്തത് എന്ന് പറഞ്ഞിട്ട് അവരെ കൂട്ടിക്കൊണ്ടുപോയി സ്റ്റേഷനിൽ കൊണ്ടുപോയി അങ്ങനെ ജയിലിലേക്ക് ജയിലിലടച്ചു. ആ വിവരം അറിഞ്ഞപ്പോൾ വീട്ടിലൊന്നും അറിയിച്ചിട്ടില്ല. എന്നെ അദ്ദേഹത്തിൻ്റെ നമ്മുടെ ഒരു മൂത്തമ്മയുടെ മകന് അവിടെ ഉണ്ടായിരുന്നു, അവർ മുഖേന അറിയിച്ചപ്പോൾ അവർ പറയുന്നത് യാതൊരു മാർഗ്ഗവുമില്ല, ലേബർ പിടിച്ച് കൊണ്ടുപോയതാണ്, വളരെ കർശനമാണ്. റാസൽ ഖൈമയിൽ നിന്ന് ദുബൈയിൽ വന്നിട്ട് ജോലി ചെയ്തതാണ്. റാസൽ ഖൈമയിൽ തന്നെ വേറെ സ്ഥലങ്ങളിലാണെങ്കിൽ പിന്നെയും കുറച്ച് ഇളവുണ്ടാകുമായിരുന്നു. അപ്പോൾ അത് വലിയ പ്രയാസമാണ് എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഉടനെ ഷെയ്ഖുനാൻ്റെ അടുത്ത് പോയിട്ട് ഈ വിഷയം പറഞ്ഞു. അപ്പോൾ ഷെയ്ഖുന കിടന്ന സ്ഥലത്ത് നിന്ന് അല്പം ഒന്ന് തല ഇങ്ങോട്ട് ഉയർത്തിയിട്ട് പറഞ്ഞു, ജ്യേഷ്ഠനെ ഞാൻ വിട്ടു, ഇനി നാട്ടിലെത്തിക്കൊള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഈ മൂത്തമ്മയുടെ മകൻ മാഹിൻ ഹാജി വിളിച്ചു പറഞ്ഞു, അങ്ങനെ അവിടുന്ന് ജ്യേഷ്ഠനെ ഒഴിവാക്കാതെ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിന് ടിക്കറ്റും മറ്റുമൊക്കെ എടുത്തു കൊടുക്കണം, അതൊക്കെ ഞങ്ങൾ ഏർപ്പാട് ചെയ്യുന്നുണ്ട്, ഇൻഷാ അല്ലാഹ് 2-3 ദിവസം കൊണ്ട് നാട്ടിലേക്ക് എത്തുമെന്ന് പറഞ്ഞു. അങ്ങനെ നാട്ടിലെത്തിയിട്ട് ഞാൻ അന്വേഷിച്ചപ്പോഴാണ് പറയുന്നത്, ഷെയ്ഖുന എന്ന് പറഞ്ഞ ആ സമയത്താണ് അവിടെയുള്ള ഒരു ഉദ്യോഗസ്ഥൻ വന്നിട്ട് ഇദ്ദേഹത്തോട് പറയുന്നത്, നിങ്ങളെ ഒഴിവാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ വേണ്ടി നിങ്ങൾ ആരെങ്കിലും ബന്ധുക്കളുണ്ടെങ്കിൽ അവരെ വിവരം അറിയിച്ചുകൊണ്ട് നാട്ടിലേക്ക് പോകാം എന്ന് പറഞ്ഞ് അറിയിക്കുന്നത് ഷെയ്ഖുന പറഞ്ഞ അതേ സമയം അതേ ദിവസമായിരുന്നു. അതുപോലെ എൻ്റെ നാട്ടിൽ തന്നെ കതിരൂര് എൻ്റെ ഒരു ബന്ധത്തിൽപ്പെട്ട മൂത്തമ്മയുടെ ഒരു വീട്ടിൽ ദിവസവും ഇങ്ങനെ കല്ലേറ് വരിക. അപ്പോൾ ആദ്യമൊക്കെ സംശയിച്ചത് ആരോ ശത്രുക്കളായിരിക്കും, അല്ലെങ്കിൽ കള്ളന്മാരോ മറ്റോ ആക്കായിരിക്കും എന്നൊക്കെ. പിന്നെ അങ്ങനെ ആ കല്ലേറിങ്ങനെ കൂടി വന്നപ്പോൾ ഇവരിങ്ങനെ കുറേ ആളുകൾ കാവൽ നിന്നിട്ട് ആളുകളെയൊക്കെ നോക്കാൻ തുടങ്ങി. ആരെയും കാണുന്നില്ല, പക്ഷെ കല്ലിങ്ങനെ വന്ന് വീഴുക. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വീട്ടിൽ അടുക്കളയിലൊക്കെ കത്തി വേറെ റൂമിലേക്ക് ഇങ്ങനെ എടുത്തെറിയുക, ആളെ കാണുന്നില്ല. അതുപോലെ ഒരു ദിവസം മേലെയുള്ള ഒരു റൂമിലെ കിടക്കയൊക്കെ ഇങ്ങനെ തീ പിടിച്ച് കത്തി. പിന്നെ അടുക്കളയിൽ പാത്രമൊക്കെ വെച്ച് കഴിഞ്ഞാൽ കറിയും ചോറുമൊക്കെ ഉണ്ടാക്കുന്ന പാത്രങ്ങളൊക്കെ മറിച്ചിടുക. ഇങ്ങനെ തുടങ്ങിയിട്ട് പലതരത്തിലുള്ള അതിക്രമങ്ങളും. പക്ഷേ ആർക്കും അത് കാണാൻ കഴിയുന്നില്ല. ഒരുപാട് ആളുകൾ കാണാൻ വേണ്ടി അടുത്തുള്ള നമ്മുടെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും എല്ലാവരും വന്നിട്ട് അത് നോക്കി. അങ്ങനെ പല ആളുകളോടും അന്വേഷിച്ചു ഇതിൻ്റെ കാരണം എന്താണെന്ന്. അപ്പോൾ അസ്മായിൻ്റെ ജോലികൾ ചെയ്യുന്ന ഉസ്താദുമാരുമായിട്ടും എല്ലാം ബന്ധപ്പെട്ടപ്പോൾ അവരൊക്കെ പലതും ചെയ്തു നോക്കി, പക്ഷേ ഒന്നും ഫലിച്ചില്ല. അതിങ്ങനെ കൂടി വരിക. അവസാനം അവിടെ അടുത്തുള്ള നമ്മുടെ ഹൈന്ദവ സഹോദരന്മാർ അവർ ചില ആളുകളെയൊക്കെ കൊണ്ടുവന്നു. അവരും ചില ക്രിയകളൊക്കെ നടത്തി നോക്കിയപ്പോൾ അതും ഫലിച്ചില്ല. അങ്ങനെ അവസാനം എല്ലാവരും ഉപദേശിച്ചു അവിടുന്ന് വീട് മാറിയിട്ട് മറ്റേ വീട്ടിലേക്ക്, നമ്മൾ തറവാട് വീട്ടിലേക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് അവരോട് ആവശ്യപ്പെട്ടു. അങ്ങനെ അവർ വന്നു. അതിൻ്റെ ശേഷവും അവിടെ ഇത് തുറന്നുകൊണ്ടിരിക്കുകയാണ്. ആരെങ്കിലും പോയിട്ട് തുറന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ശബ്ദം കേൾക്കുക, ഒന്നുകിൽ കല്ല് വീണിട്ടുണ്ടാവും, അല്ലെങ്കിൽ കത്തി വീണിട്ടുണ്ടാവും, വേറെ എന്തെങ്കിലും. വല്ലാത്ത ശല്യമായി മാറി. ഞാനൊരു ദിവസം ഷെയ്ഖുനാൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്, അവിടെ ഇനി വേറെ വേണ്ട എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞ് താമസിക്കണമല്ലോ, അവിടെ താമസമൊക്കെ അവർ മാറ്റിയിട്ട് വേറെ സ്ഥലത്താണ് ഉള്ളത്.
അപ്പോൾ പറഞ്ഞു അവർ റബീഉൽ അവ്വൽ, അത് മുഹറം മാസത്തിലായിരുന്നു ഇത്, റബീഉൽ അവ്വൽ 12-ന് ശേഷം അവർ താമസിച്ചോട്ടേന്നാണ്. അങ്ങനെ അത് പറഞ്ഞ പോലെ തന്നെ പിന്നെ കയറുണ്ടായില്ല. റബീഉൽ അവ്വൽ 12-ന് ശേഷം അവർ താമസിച്ചു. ഇന്ന് വരെ അവിടെ ഒരു കുഴപ്പമില്ല, വളരെ നല്ല സുഖകരമായിട്ട് അവർ അവിടെ താമസിച്ചു വരുന്നു. ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ, പിന്നെ ഒരുപാട് അനുഭവങ്ങൾ അള്ളാഹുവിൻ്റെ തൗഫീഖോടുകൂടി ഞാൻ മാലയിൽ പല കറാമത്തുകളും അതുപോലെ ശൈഖുനാൻ്റെ പിന്നെ ജനനവും പിന്നെ മറ്റ് പഠനവും മറ്റു കാര്യങ്ങളൊക്കെ കുറേയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മാലയിൽ. CM വലിയുല്ലാഹി മാല എന്ന പേരിലായിരുന്നു ഞാൻ ആദ്യമായിട്ട് എഴുതിയത്. ശൈഖുനാൻ്റെ വഫാത്തിന് ശേഷം, വഫാത്ത് നടന്ന സമയത്ത് ഞാൻ അവിടെ പോയിരുന്നു. എന്നിട്ട് 7 ദിവസം അവിടെ ഉള്ള ഖുർആനോത്തിലൊക്കെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ TMC ഇസ്മായിൽ മുസ്ലിയാർ, അദ്ദേഹവും ഞാനുമായിട്ട് നല്ല ബന്ധമായിരുന്നു. ഞങ്ങൾ പലപ്പോഴും അവിടെ ഒരുമിച്ച് കൂടാറുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഞാനിങ്ങനെ ശൈഖുനാനെ പറ്റി ഒരു മൗലൂദ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഞാനും എന്തെങ്കിലും ഒരു മദ്ഹ് ഉണ്ടാക്കാനോ എന്നുള്ള ഉദ്ദേശമുണ്ട്. അത് ആ മക്കാമിൽ വെച്ചാണ് പറയുന്നത്. നമ്മളിങ്ങനെ സംസാരിച്ചതാണ്. അങ്ങനെ ശൈഖുനാനെ പറ്റിയിട്ട് ഒരു മൗലിദുൻ നൂർ എന്ന പേരിൽ ഒരു മൗലിദ് TM ഇസ്മായിൽ മുസ്ലിയാർ ഉണ്ടാക്കുകയുണ്ടായി. അതിപ്പോൾ ഇന്ന് പ്രചാരത്തിലുണ്ട്. അദ്ദേഹം വഫാത്തായി പോയി, അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അദ്ദേഹം, ഞാനും അന്നങ്ങനെ പറഞ്ഞെങ്കിലും പിന്നീട് അതിലൊന്നും എനിക്ക് ആദ്യം അങ്ങനെ ഒരു പ്രാവീണ്യമൊന്നുമില്ല. ചെറിയ മദ്രസയിലൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് കുട്ടികൾക്കൊക്കെ ഇങ്ങനെ പാട്ട് പാടിക്കൊടുക്കും, അതുപോലെ ചില പാട്ടുകളൊക്കെ ഉണ്ടാക്കുന്നല്ലാതെ ഇങ്ങനെ മാലിയ മൗലൂദോ ഒന്നും ഉണ്ടാക്കിയിട്ടുള്ള ഒരു പരിചയമില്ല. പക്ഷേ ഒരു ദിവസം പെട്ടെന്ന് എനിക്ക് ഇങ്ങനെ തോന്നി അതുണ്ടാക്കാം. അങ്ങനെ ഇരുന്നു എഴുതാൻ തുടങ്ങി. അത് ശൈഖുനാൻ്റെ ഒരു കറാമത്ത് തന്നെയാണ്. അങ്ങനെ എഴുതി അത് പൂർത്തിയാക്കിയതിന് ശേഷം പിന്നെ വൈലത്തൂർ സയ്യിദ് യൂസുഫ് കോയ തങ്ങൾ ബുഖാരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, മഹാനവറുകളെയും നമ്മെ അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. മഹാനവറുകളുടെ അടുത്ത് ഈ എഴുതിയ കോപ്പി കൊണ്ടുപോയിട്ട് കാണിച്ചപ്പോൾ അദ്ദേഹം അത് വാങ്ങി ഒരാഴ്ച കഴിഞ്ഞിട്ട് തിരിച്ചു തരാമെന്ന് പറഞ്ഞ് അങ്ങനെ നോക്കിയതിൻ്റെ ശേഷം തിരിച്ചു തന്നു. എന്നിട്ട് പറഞ്ഞു, CM വലിയുല്ലാഹി മാല എന്നാണ് ഞാൻ ആദ്യം എഴുതിയിരുന്നത്, അത് കുത്തുബുല്ലാഹി CM മാല എന്നാക്കണം എന്ന് വൈലത്തൂർ തങ്ങളാണ് അത് നിർദ്ദേശിച്ചത്. അങ്ങനെ കുത്തുബുല്ലാഹി CM മാല എന്നാക്കി. അതെ, ഇതാണ് ആ മാല. അതിൽ അൽഹംദുലില്ലാ പിന്നെ ചില 1-2 നിർദ്ദേശങ്ങൾ മഹാനായ യൂസുഫ് കോയ തങ്ങൾ പറയുകയും അതൊക്കെ ഞാനിതിൽ പിന്നെ പകർത്തുകയും ചെയ്തിട്ടുണ്ട്. ഒരു 19 പേജുകൾ വരുന്ന ഈ ഒരു മാല മുഹീദ്ദീൻ മാലയുടെ അതേ രീതിയിലാണ്. ഈ മാലയാണ് എൻ്റെ മകൻ മുഹമ്മദ് തുഫൈൽ പുറത്തിയിൽ നൂറാനി ആദ്യം തുടക്കത്തിൽ അല്പഭാഗം ഒരു പേജ് ചൊല്ലിയത്. അതിനുശേഷം ആ മാല പ്രസിദ്ധീകരിക്കുകയും പ്രിൻ്റ് ചെയ്യുകയും അത് പ്രകാശനം ചെയ്യുന്നതിന് വേണ്ടി ശൈഖുന AP ഉസ്താദിനോട് ഞാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞു കണ്ണൂരിൽ ഒരു പരിപാടി AP ഉസ്താദിന് ഖത്തറിൽ നിന്ന് വന്ന റിയാദിൽ നിന്ന് ആ പ്രശ്നമുണ്ടായി വന്നതിന് ശേഷം കണ്ണൂരിൽ ഗംഭീര ഒരു സ്വീകരണം കൊടുത്തിരുന്നു. അങ്ങനെ ആ സ്വീകരണ പരിപാടിയിൽ വെച്ച് ശൈഖുന സുൽത്താനുൽ ഉലമ AP ഉസ്താദ് അവർകളാണ് ഇത് പ്രകാശനം ചെയ്തത്. അത് കൊടുത്തത് സൂഫി വര്യനായ ബഹുമാനപ്പെട്ട നരിക്കോട് മുഹമ്മദ് മുസ്ലിയാർ അവർകൾക്കായിരുന്നു. അത് സ്റ്റേജിൽ വെച്ച് അങ്ങനെ കൊടുത്ത് പ്രകാശനം ചെയ്തു. അതിനുശേഷം ധാരാളം 4-5 തവണ അത് 1000 വീതം കോപ്പികൾ അടിച്ചിട്ടുണ്ട്. പിന്നെ പല പ്രദേശങ്ങളിലും അത് പ്രചരിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ, അത് വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. അള്ളാഹു അതിന് തക്കതായ പ്രതിഫലം നൽകുമാറാകട്ടെ.